നമസ്കാരം. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടിയുമായി നവ്യ നായർ വന്നിരിക്കുകയാണ്. നവ്യയുടെ മാതങ്കി ഡാൻസ് സ്കൂളുമായി ബന്ധപ്പെട്ട മാതങ്കി ഫെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യുമ്പോഴാണ് ലൈംഗിക അതിക്രമ കേസുകളിൽപ്പെട്ടവർ നിയമത്തെ പേടിച്ച് ഒളിവിൽ പോകുന്നത് ശരിയാണോ എന്ന ചോദ്യം നവ്യക്ക് നേരെ വന്നത്. ഒളിവിൽ പോകുന്നത് നല്ലതാണെന്ന് താൻ പറയില്ല എന്നും കോടതിയും പോലീസും ഇടപെട്ട കേസിൽ അതിൻ്റെതായ തീരുമാനങ്ങളല്ലേ വരേണ്ടത് എന്ന് നവ്യ തിരിച്ചു ചോദിക്കുകയാണ്. ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോകാനൊന്നും താൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് തന്നെയാണ് നവ്യയ്ക്കും തോന്നുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി എന്നാണ് നവ്യ പറഞ്ഞത്. ഇപ്പോൾ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ദയവ് ചെയ്ത് ചോദിക്കണമെന്നും അത് കഴിഞ്ഞ് താൻ വേറെ എവിടെയെങ്കിലും വരുമ്പോൾ തന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ സന്തോഷമായിരിക്കുമെന്നും നവ്യ അഭിപ്രായപ്പെടുന്നു. ഒളിവിൽ പോകുന്നത് നല്ലതാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ കോടതിയും പോലീസും ഇടപെട്ട കേസിൽ അതിൽ അതിൻ്റെതായ തീരുമാനങ്ങളല്ലേ വരേണ്ടത്. ഞാൻ ഇപ്പോൾ ഈ ഫെസ്റ്റിവലിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ പറയാത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ഒളിച്ചോടി സംസാരിക്കുന്നത് പോലെ വ്യാഖ്യാനിക്കപ്പെടരുത് എന്ന് വെച്ചാണ്. ഫെസ്റ്റിവലിനേക്കാളും കൂടുതൽ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കുക എന്ന് അറിയാം. ഒളിച്ചോടി പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് തന്നെയാണ് എനിക്കും തോന്നുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു വാർത്ത ആവാനാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അത്ര വാർത്താമൂല്യമില്ലാത്ത, അറിയപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. അതിലേക്ക് ഇത്തരത്തിൽ ഒരു കാര്യം വലിച്ചഴിച്ചാൽ ഇതായി പോവും വാർത്ത. അവിടെ മാതങ്കി ഫെസ്റ്റിവലും നൃത്തത്തോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും വേണ്ട രീതിയിൽ റീച്ച് ചെയ്യപ്പെടാതെ വരും. അപ്പോൾ ദയവ് ചെയ്ത് അത് കഴിഞ്ഞ് ഞാൻ വേറെ എവിടെയെങ്കിലും വരുമ്പോൾ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചാൽ സന്തോഷമായിരിക്കും. നിങ്ങളുടെ അവകാശമാണ് ചോദ്യം ചോദിക്കുക എന്നത്. മീഡിയ ചോദ്യം ചെയ്യാൻ ഞാൻ ഒരിക്കലുമല്ല എന്നാണ് നവ്യ പറഞ്ഞത്. നേരിന്റെ വാർത്തകൾ അറിയാൻ സാഗ് ന്യൂസ് കാണുക. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.